നമസ്കാരം, കീ ടു വിൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് ഈ അടുത്ത കാലത്തായി നടന്ന ഒരു ഹൈസ്കൂൾ ടീച്ചർ എക്സാമിൻ്റെ ജനറൽ ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുമാണ്. ഇതിൻ്റെ പ്രൊവിഷണൽ ആൻസർ കീയും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സുമാണ് നോക്കാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 129/2025/OL, കാറ്റഗറി കോഡ് 134/2025, എക്സാം ഹൈസ്കൂൾ ടീച്ചർ ഹിന്ദി, ഡേറ്റ് ഓഫ് ടെസ്റ്റ് 7/11/2025, ഡിപ്പാർട്ട്മെൻറ്റ് എഡ്യൂക്കേഷൻ. ഇതിൻ്റെ ഹിന്ദി പാർട്ട് നോക്കുന്നില്ല, ജനറൽ പാർട്ടും അതിൻ്റെ റിലേറ്റഡ് വസ്തുതകളും മാത്രമേ നോക്കുന്നുള്ളൂ. അല്ല, ആദ്യത്തെ ചോദ്യം, ഹൂ എമംഗ് ദ ഫോളോയിങ് ഈസ് പോപ്പുലർലി നോൺ ആസ് ലോക ഹിതവാദി? എ. മഹാദേവ ഗോവിന്ദ റാനഡെ, ബി. ഗോപാൽ ഹരി ദേശ്മുഖ്, സി. ലാല ഹൻസ് രാജ്, ഡി. ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. കറക്റ്റ് ഓപ്ഷൻ ബി ആണ്, ഗോപാൽ ഹരി ദേശ്മുഖ്. ഇദ്ദേഹം റാവു ബഹാദൂർ എന്നും അറിയപ്പെടുന്നു. 19-ാം നൂറ്റാണ്ടിലെ ഇന്ത്യൻ സോഷ്യൽ റിഫോമർ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല എന്ന് പറയുന്നത് മഹാരാഷ്ട്രയായിരുന്നു. അടുത്ത ചോദ്യം, ദ ഫസ്റ്റ് സമ്മിറ്റ് ഓഫ് നോൺ അലൈൻഡ് മൂവ്മെൻറ്റ് വാസ് ഹെൽഡ് അറ്റ് എ. ബെൽഗ്രേഡ്, ബി. കെയ്റോ, സി. മോസ്കോ, ഡി. ഡൽഹി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, ബെൽഗ്രേഡ് ആണ്. ഇത് യുഗോസ്ലാവിയയിലെ ബെൽഗ്രേഡിൽ വെച്ച് നടന്ന വർഷം എന്ന് പറയുന്നത് 1961-ലാണ്. അടുത്ത ചോദ്യം, അറേഞ്ച് ദ ഫോളോയിങ് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ ആൻഡ് ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ചോയ്സസ് ഗിവൺ. അതായത് ഈ കൊടുത്തിരിക്കുന്നതിന് ക്രോണോളജിക്കൽ ഓർഡറിലാക്കുക, എന്നിട്ട് അതിൻ്റെ കറക്റ്റ് ആൻസർ ചൂസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ക്രിപ്സ് മിഷൻ, ഗാന്ധി ഇർവിൻ പാക്റ്റ്, ക്യാബിനറ്റ് മിഷൻ, വേവൽ പ്ലാൻ. ക്രിപ്സ് മിഷൻ ഇന്ത്യയിലേക്ക് വന്നത് മാർച്ച് 1942-ലാണ്. ഗാന്ധി ഇർവിൻ പാക്റ്റ് സൈൻ ചെയ്തത് 1931 മാർച്ച് 5-നാണ്. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലേക്ക് വന്നത് 1946 ഫെബ്രുവരിയിലാണ്. വേവൽ പ്ലാൻ ആണെങ്കിൽ 1945 ജൂൺ 25-നാണ്. ആദ്യം വരുന്നത് 1931, 2 ആണ് വരുന്നത്. രണ്ടാമത് വരുന്നത് 1 ക്രിപ്സ് മിഷനാണ് വരുന്നത്. മൂന്നാമത് വരുന്നത് 4 ആണ്. നാലാമത് വരുന്നത് 3 ആണ്. 2, 1, 4, 3. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. അടുത്തത് എഴുത്തച്ഛൻ അവാർഡിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ്. ഹൂ എമംഗ് ദ ഫോളോയിങ് സ്കോളേഴ്സ് വോൺ എഴുത്തച്ഛൻ അവാർഡ് ഇൻ 2024? 2024 എഴുത്തച്ഛൻ അവാർഡ് കിട്ടിയത് ആർക്കെന്നാണ് ചോദ്യം. എ. എം. മുകുന്ദൻ, ബി. സി. രാധാകൃഷ്ണൻ, സി. എൻ. എസ്. മാധവൻ, ഡി. പി. വത്സര. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി, എൻ. എസ്. മാധവനാണ്. 2024 ശ്രീ എൻ. എസ്. മാധവനാണ്. എന്നാൽ 2025 എഴുത്തച്ഛൻ അവാർഡ് ലഭിച്ചത് കെ. ജി. ശങ്കരപ്പിള്ള. എഴുത്തച്ഛൻ അവാർഡ് കൊടുക്കാൻ തുടങ്ങിയ വർഷം എന്ന് പറയുന്നത് 1993-ലാണ്. 1993-ലാണ് കൊടുക്കാൻ തുടങ്ങിയത്. ആദ്യമായിട്ട് കിട്ടിയത് ശൂരനാട് കുഞ്ഞൻപിള്ള. ഇതിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് 5 ലക്ഷം രൂപയാണ് ഇപ്പോൾ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ദ ബോറോഡ് കൺസെപ്റ്റ് ആൻഡ് ദ കൺട്രീസ് ഫ്രം വിച്ച് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ബോറോഡ് ദം ആർ ഗിവൺ. ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് പെയർ. അതായത് കടമെടുക്കപ്പെട്ടിട്ടുള്ള കൺസെപ്റ്റുകളും അതുപോലെ ഏതെല്ലാം കൺട്രിയിൽ നിന്നാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇവയെ കടമെടുത്തത് എന്നുള്ളതിൻ്റെ പെയറാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഇൻകറക്റ്റ് പെയർ, തെറ്റായ ജോഡിയാണ് കണ്ടുപിടിക്കേണ്ടത്. ഒന്നാമത്തത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, കാനഡ എന്നാണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് നമുക്കറിയാം കടമെടുത്തിരിക്കുന്നത് അയർലാൻഡിൽ നിന്നുമാണ്. ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിലുമാണ് അത് കടമെടുത്തിരിക്കുന്നത്. രണ്ടാമത്തത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് USA-യിൽ നിന്നുമാണ്. പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ് ബ്രിട്ടനിൽ നിന്നുമാണ്. പ്രിൻസിപ്പിൾസ് ഓഫ് ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രട്ടേണിറ്റി എന്ന് പറയുന്നത് ഫ്രാൻസിൽ നിന്നും കടമെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ തെറ്റായിട്ടുള്ളത് അല്ലെങ്കിൽ ഇൻകറക്റ്റ് പെയർ ഏതാണ്? 1 ആണ് ഇൻകറക്റ്റ് പെയറായിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി 1 ഓൺലിയാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഈസ് നോട്ട് കറക്റ്റ് വിത്ത് റെസ്പെക്ട് ടു ദ ലാഹോർ സെക്ഷൻ ഓഫ് കോൺഗ്രസ് ഇൻ 1929?
1929 ലാഹോർ കോൺഗ്രസ് സമ്മേളനവുമായി ബന്ധപ്പെട്ട് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഒന്നാമത്തത്, ഇറ്റ് പാസ് ദ ഹിസ്റ്റോറിക് റെസൊല്യൂഷൻ ഓഫ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചു. രണ്ടാമത്തത്, ദ കോൺഗ്രസ് അഗ്രീഡ് ടു സസ്പെൻഡ് ദ സിവിൽ ഡിസൊബീഡിയൻറ്റ് മൂവ്മെൻറ്റ് ആൻഡ് ടേക്ക് പാർട്ട് ഇൻ ദ സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസ്. മൂന്നാമത്തത്, ജവഹർലാൽ നെഹ്റു വാസ് എലക്റ്റഡ് ആസ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. നാലാമത്തത്, ഇറ്റ് ഡിസൈഡഡ് ടു ലോഞ്ച് എ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ഗാന്ധിജി. അപ്പോൾ ഇതിൽ ആദ്യം കൊടുത്തിരിക്കുന്നത് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചത് 29 ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിലാണ്. സിവിൽ ഡിസൊബീഡിയൻറ്റ് മൂവ്മെൻറ്റ് സസ്പെൻഡ് ചെയ്തു എന്ന് പറയുന്നത് തെറ്റാണ്. സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ പങ്കെടുക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചു എന്ന് പറയുന്നത് തെറ്റാണ്. ജവഹർലാൽ നെഹ്റു വാസ് ഇലക്റ്റഡ് ആസ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കറക്റ്റാണ്. 29 ലാഹോർ സെക്ഷനിൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നിസ്സഹകരണ പ്രസ്ഥാനം തുടങ്ങാൻ തീരുമാനിച്ചു എന്നത് കറക്റ്റാണ്. അപ്പോൾ ഇതിൽ റോങ് ആൻസർ ഏതാണ്? 2 ആണ് വരുന്നത്. അപ്പോൾ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്സ് ഈസ് ദ നന്ദാദേവി ബയോസ്ഫിയർ റിസർവ് ഈസ് ലൊക്കേറ്റഡ്? നന്ദാദേവി ബയോസ്ഫിയർ റിസർവ് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ്? എ സിക്കിം, ബി വെസ്റ്റ് ബംഗാൾ, സി ഉത്തരാഖണ്ഡ്, ഡി ആസാം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ഉത്തരാഖണ്ഡ്. കാഞ്ചൻജംഗയ്ക്ക് ശേഷം രണ്ടാമതായിട്ടുള്ള ഹയസ്റ്റ് മൗണ്ടൻ ആണ്, ഇന്ത്യയിലെ സെക്കൻഡ് ഹയസ്റ്റ് മൗണ്ടൻ ആണ് നന്ദാദേവി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഹൂ ആർ ദ വിന്നേഴ്സ് ഓഫ് 18th എഡിഷൻ ഓഫ് IPL ക്രിക്കറ്റ് ഇൻ 2025? എ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു, ബി ചെന്നൈ സൂപ്പർ കിങ്സ്, സി മുംബൈ ഇന്ത്യൻസ്, ഡി ഗുജറാത്ത് ടൈറ്റൻസ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു. റണ്ണേഴ്സപ്പ് ആയത് പഞ്ചാബ് കിങ്സ് ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ചേരുംപടി ചേർക്കാനുള്ള ചോദ്യമാണ്. മാച്ച് ദ ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2 ആൻഡ് ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ഓപ്ഷൻസ് ഗിവൺ. ലിസ്റ്റ് 1 മന്നത്ത് പത്മനാഭനുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് സവർണജാഥയാണ്. 2 വൈകുണ്ഠസ്വാമിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് സമത്വ സമാജമാണ്. 3 വാഗ്ബടാനന്ദനുമായി ബന്ധപ്പെട്ട് വരുന്നത് ആത്മവിദ്യാസംഘമാണ്. 4 ഡോക്ടർ പൽപ്പുമായി ബന്ധപ്പെട്ട് വരുന്നത് ഈഴവ മെമ്മോറിയൽ. 1C വരുന്ന 2 ഉണ്ട്. 1C 2D 3A. കറക്റ്റ് ആൻസർ ഇവിടെ തന്നിരിക്കുന്നത് ഓപ്ഷൻ സി ആണ്. 1C 2D 3A 4B. ആദ്യം കൊടുത്തിരിക്കുന്നത് ആത്മവിദ്യാസംഘം വാഗ്ബടാനന്ദൻ സ്ഥാപിച്ച വർഷം 1917 ആത്മവിദ്യാസംഘത്തിൻ്റെ മുഖപത്രം എന്ന് പറയുന്നത് അഭിനവ കേരളമായിരുന്നു. 1921 അഭിനവ കേരളം വന്നത്. ഇതിൻ്റെ ഒരു സ്ലോഗൻ എന്ന് പറയുന്നത് ഉണരുവിൻ അഖിലേശനെ സ്മരിപ്പിൻ, ക്ഷണമെഴുന്നേൽപ്പിൻ, അനീതിയോടെതിർപ്പിൻ. അതുപോലെ വാഗ്ബടാനന്ദൻ തന്നെയാണ് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് ഫോർ കോർപ്പറേറ്റീവ് സൊസൈറ്റി സ്ഥാപിച്ചത്. അടുത്ത ഓപ്ഷൻ ഈഴവ മെമ്മോറിയൽ ഡോക്ടർ പൽപുവിൻ്റെ നേതൃത്വത്തിൽ 1896 സെപ്റ്റംബർ 3 ഈഴവ മെമ്മോറിയൽ ഒപ്പുവെക്കുന്നത്. ഇതിൽ ഒപ്പുവെച്ച ആളുകൾ എന്ന് പറയുന്നത് എണ്ണം 13,176 പേരാണ് ഒപ്പുവെച്ചത്. മലയാളി മെമ്മോറിയലാണെങ്കിൽ 1891 ജനുവരി 1 ഒപ്പുവെച്ചത്. അടുത്ത തന്നിട്ടുള്ളത് സവർണജാഥയാണ്. സവർണജാഥ 1924 വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായിട്ടാണ് മന്നത്ത് പത്മനാഭൻ നയിച്ചത്. വൈക്കം മുതൽ തിരുവനന്തപുരം വരെയാണ് അദ്ദേഹം സവർണജാഥ നയിച്ചത്. എന്നാൽ അതേ സ്ഥാനത്ത് നാഗർകോവിലിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ജാഥ നയിച്ചത് ME നായിഡുവാണ്. തിരുനെൽവേലിയിൽ നിന്ന് വൈക്കത്തേക്ക് ജാഥ നയിച്ചത് EV രാമസ്വാമി നായിക്കർ. സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികളാണ്. 1836 സമത്വ സമാജം സ്ഥാപിക്കപ്പെട്ടത്. അടുത്ത ചോദ്യം. ജവഹർലാൽ നെഹ്റു റോട്ട് ഇൻ 1937 എ ഡേ വിൽ കം വെൻ ഇന്ത്യ ഓൾസോ വിൽ റിമെമ്പർ ഹെർ ആൻഡ് ചെറിഷ് ഹെർ. എബൌട്ട് ഹൂം ഡിഡ് നെഹ്റു റൈറ്റ് ദിസ്? ഓപ്ഷൻ എ സരോജിനി നായിഡു, ഓപ്ഷൻ ബി റാണി ലക്ഷ്മി ബായ്, ഓപ്ഷൻ സി അരുണ അസഫ് അലി, ഓപ്ഷൻ ഡി റാണി ഗൈഡിൻ ലീവ്.
കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, റാണി ഗൈഡിൻലിയു. റാണി ഗൈഡിൻലിയു മണിപ്പൂരിലെ നാഗ വംശജരെ ബ്രിട്ടീഷുകാർക്കെതിരെ നയിച്ച ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. അവരുടെ 13ാമത്തെ വയസ്സിലാണ് അവർ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കാളിയാവുന്നത്. 1932 അവർ അറസ്റ്റിലാവുന്നത്. ഏകദേശം 14 വർഷത്തോളം ജയിൽവാസം അനുഷ്ഠിച്ചിട്ടുണ്ട്. 1947 ഇന്ത്യ സ്വതന്ത്രയായ ശേഷമാണ് മോചിപ്പിക്കപ്പെടുന്നത്. അവർ നേതൃത്വം നൽകിയ നാഗ ആത്മീയ പ്രസ്ഥാനത്തിൻ്റെ പേരാണ് ഹെറക്ക. റാണി ഗൈഡിൻലിയുവിന് പത്മഭൂഷൺ ലഭിച്ച വർഷം 1982 അതുപോലെ 1996 ബിർസ മുണ്ട അവാർഡ് മരണാനന്തര ബഹുമതിയായിട്ട് നൽകിയിട്ടുണ്ട്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഫൈൻഡ് ഔട്ട് ദ റോങ് പെയർ. തെറ്റായ ജോഡിയാണ് കണ്ടുപിടിക്കേണ്ടത്. ഫ്രം ദ ഫോളോയിങ്. പറങ്കിപ്പടയാളി കൊടുത്തിരിക്കുന്നത് അപ്പൻ തമ്പുരാൻ എന്നാണ്. അപ്പോൾ അത് റോങ് പെയർ ആണ്, തെറ്റായ ജോഡിയാണ്. സർദാർ KM പണിക്കറിൻ്റെ പുസ്തകമാണ് പറങ്കിപ്പടയാളി. മാർത്താണ്ഡവർമ്മ CV രാമൻപിള്ള ശരിയാണ്. ചേരമാൻ പെരുമാൾ കപ്പന കൃഷ്ണമേനോൻ ശരിയാണ്. കേരള സിംഹം സർദാർ KM പണിക്കർ ശരിയാണ്. അപ്പോൾ അതിൽ ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. കേരള സിംഹം എന്ന് പറയുന്നത് പഴശ്ശിരാജയെക്കുറിച്ച് സർദാർ KM പണിക്കർ രചിച്ച ഒരു ഹിസ്റ്റോറിക്കൽ നോവലാണ്, അതായത് ഒരു ചരിത്ര നോവലാണ്. Who among the following social reformers founded the Widow Remarriage Association? A. വിഷ്ണു ശാസ്ത്രി പണ്ഡിറ്റ്, B. ഹെൻറി വിവിയൻ ഡൊറോസിയോ, C. സ്വാമി ശാരദാനന്ദ, D. RG ഭണ്ഡാർക്കർ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, വിഷ്ണു ശാസ്ത്രി പണ്ഡിറ്റ്. വിഡോ റീമാരേജ് അസോസിയേഷൻ സ്ഥാപിക്കപ്പെട്ട സ്ഥലം ബോംബെ ആണ്. വർഷം 1853. അടുത്ത ചോദ്യം നോക്കാം. ഹു ഇസ് ദ കറന്റ് ചീഫ് ഓഫ് ദ ഇന്ത്യൻ ആർമി? എ. ജനറൽ മനോജ് പാണ്ഡെ, B. ജനറൽ ബിക്രം സിംഗ്, C. ജനറൽ ഉപേന്ദ്ര ദ്വിവേദി, D. ജനറൽ മനോജ് മുകുന്ദ് നരവാനെ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. ഇന്ത്യൻ നേവിയുടേതാണെങ്കിൽ അഡ്മിറൽ ദിനേഷ് കുമാർ ത്രിപാഠിയാണ്. ഇന്ത്യൻ എയർഫോഴ്സിൻ്റെതാണെങ്കിൽ AP സിംഗ് അഥവാ അമർപ്രീത് സിംഗ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സോയിൽ ഈസ് നോൺ ആസ് റഗർ സോയിൽ? റിഗർ മണ്ണ് എന്നറിയപ്പെടുന്നത് A. അലൂവിയൽ സോയിൽ, B. ബ്ലാക്ക് സോയിൽ, C. ലാറ്ററൈറ്റ് സോയിൽ, D. സലൈൻ സോയിൽ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ബ്ലാക്ക് സോയിൽ അഥവാ കറുത്ത മണ്ണ്. അടുത്ത ചോദ്യം. ദ റെവല്യൂഷണറി ഹൂ ഷോട്ട് ഡെഡ് സർ കേഴ്സൺ വില്ലി, ദ ലൂട്ടനന്റ് ഗവർണർ ഓഫ് ബംഗാൾ ഡ്യൂറിംഗ് എ പബ്ലിക് മീറ്റിംഗ് ഇൻ ലണ്ടൻ ഈസ്? ബംഗാളിലെ ലെഫ്റ്റനന്റ് ഗവർണർ ആയിരുന്ന കേഴ്സൺ വില്ലിയെ ലണ്ടനിലെ ഒരു പബ്ലിക് മീറ്റിംഗിൽ വെച്ച് വെടിവെച്ച് കൊന്ന വിപ്ലവകാരി ആര് എന്നാണ് ചോദ്യം. A. സോഹൻ സിംഗ് ബക്കണ്ണ, B. ലാലാ ഹർദയാൽ, C. സൂര്യാസൻ, D. മദൻലാൽ ധിംഗ്ര. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, മദൻലാൽ ധിംഗ്ര. 1909 സർ കേഴ്സൺ വില്ലിയെ അദ്ദേഹം വെടിവെച്ച് കൊല്ലുന്നത്. 1909 ഓഗസ്റ്റ് 17 പെൻഡൻവിൽ ജയിലിൽ അദ്ദേഹത്തിനുള്ള വധശിക്ഷ നടപ്പിലാക്കി. 1909 ഓഗസ്റ്റ് 17 വധശിക്ഷ നടപ്പിലാക്കിയത്. അപ്പോൾ ഈ ഒരു എക്സാമിൻ്റെ 15 ജനറൽ ക്വസ്റ്റ്യൻസും അതിന് പ്രധാനപ്പെട്ടിട്ടുള്ള വസ്തുതകളും നമ്മൾ നോക്കിയിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്രദമായിരിക്കും. അതുകൊണ്ട് വീഡിയോ ലൈക്ക് ചെയ്യുക. ഒപ്പം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്